ഹായ് ഡിയേഴ്സ്, പായസമില്ലാതെ എന്ത് ഓണസദ്യ. നമുക്കിന്ന് ചെറുപയർ കൊണ്ടൊരു പായസം ഉണ്ടാക്കാം. അതിന് ഒരു 1/4 കപ്പ് ചെറുപയർ ഒന്ന് വറുത്തെടുക്കണം. അതിനെ നല്ലപോലെ കഴുകി 2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കുക്കറിലേക്ക് ഇടാം. എപ്പോഴും വിസിൽ അഴിച്ചു മാറ്റി വേണം കുക്കർ കഴുകാൻ. അതുകൊണ്ട് ചെറുപയർ ഇട്ട ശേഷം കുക്കറിൽ വിസിലിടാൻ മറക്കരുത്. ഒരു വിസിലിന് ചെറുപയർ വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായ തേങ്ങാപ്പാൽ എടുക്കാം. ഒരു 1.5 കപ്പ് ചിരവിയ തേങ്ങ ഒന്ന് ചതച്ചെടുത്ത് അതിൽ നിന്ന് നമുക്ക് 1/4 പാൽ എടുക്കാം. ഇത് 1/4 പാൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ തേങ്ങ മിക്സിയിലിട്ട് 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളവും ഒഴിച്ച് നമുക്ക് 2/4 പാൽ പിഴിഞ്ഞെടുക്കാം. ഇത് 2/4 പാൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനാവശ്യമായ ശർക്കരപ്പാനി തയ്യാറാക്കണം. അതിന് ഒരു 5 അച്ച് ശർക്കരയിട്ട് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്കതൊന്ന് അലിയിച്ചെടുത്താൽ മതി. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചെറുപയറെല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അതൊന്ന് മെല്ലെ ഉടച്ചു കൊടുക്കുക. ഉടച്ച മാവാക്കരുത്, ഇത്തിരി തരിയെല്ലാം വേണം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കര പാനി അരിച്ച് ഒഴിക്കുക. ഇത്തിരി ലൂസായിരിക്കും. ഇത് നല്ലപോലെ തിളച്ച് കുറുകി വരണം. എന്നാൽ മാത്രമേ നമ്മുടെ ചെറുപയറിലെല്ലാം ശർക്കര അതേപോലെ പിടിക്കുകയുള്ളൂ. ഇനി കുറുകി വന്ന ശേഷം നമുക്കതിലേക്ക് 2/4 പാൽ ഒഴിക്കാം. അതും നല്ലപോലെ തിളയ്ക്കണം. ചെറുതായി ഒന്ന് കുറുകുകയും വേണം. ഒരു കാര്യം ഓർക്കണം, 1/4 പാൽ ഒഴിച്ചാൽ ശേഷം നമ്മൾ അതിനെ തിളപ്പിക്കില്ല. ചെറുപയർ പായസം തണുക്കുമ്പോൾ ഒന്ന് കുറുകുകയും ചെയ്യും. 1/4 പാൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പിടുന്നത് ഇതിൻ്റെ മധുരവും രുചിയും എല്ലാം ഒന്ന് ബാലൻസ് ആവാനാണ്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതൊരു അല്പസമയം അടച്ചു വെച്ച ശേഷം നമുക്ക് സെർവ് ചെയ്യാം. പായസം ചെറുതായി ഒന്ന് തണുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറുകുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഈ പായസം ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഡിയേഴ്സ്.